പെട്ടെന്ന് രാവിലെ ആയാ? രാവിലെ ചായക്കാക്കാണ്ട് ഉപ്മാവൊന്നാക്കിയ ഒന്നുമില്ല. പിന്നിലുള്ള എത്രോട്ടം വിളിക്കണമെങ്കിൽ എണീക്കണമെങ്കിൽ ഞണ്ടെല്ലാം കിടക്കുന്നല്ലേ കിടക്കുന്നത്. എടാ മാളു ഇപ്പോൾ എണീക്കുവാ നീ? പൊതച്ചോറ് കിടക്കുന്നത്. രാത്രി ആകുമ്പോൾ ഉറങ്ങൂല, രാവിലെ എണീക്കൂല, സ്കൂളിൽ പോകാൻ മടിച്ച്. അയ്യോ എല്ലാം തുറക്കാനും കിട്ടുന്നില്ല. അയ്യോ വെളിച്ചെണ്ണ മൊത്തം കട്ട കെട്ടിപ്പോയി പുറത്തോണ്ടൊക്കെ ഇട്ട്. പൊട്ടിന് പൊടിപ്പിക്കാൻ വെച്ച അരിയാണ് മൊത്തം കുത്തനാണ്. മൊത്തം നല്ല സാധനം കാണാൻ കിട്ടൂല. ഇന്ന് നല്ല വെയിലുണ്ട്, അതുകൊണ്ടൊരു ഭാഗ്യം. ബോംബെയിലെ ഒരു ലെതർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രാജേഷിന്റെ 3 മാസം ഗർഭിണിയായ ഭാര്യ മോളും കൂടി ഇവരുടെ ഒരു ഫ്ലാറ്റിൽ കോയമ്പത്തൂർ ഒറ്റക്കാണ് താമസം. എന്താ യൂണിഫോം ഇല്ലാത്തത്? വേഗം വേഗം ഇപ്പൊ വണ്ടി വരും, വേഗം ഇടി. ഓ നിങ്ങൾ തന്നെ വണ്ടിക്കാരൻ വന്നിട്ട് പേ 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 ഓൺ അടിക്കും. വേഗം. ശനിയാഴ്ച ആണോ ഞായറാഴ്ച ഒന്നും എനിക്ക് തിരിയുന്നില്ല. ഇപ്പോൾ വീടിനുള്ളിലെ പണി തന്നെ. പിന്നെ ഡ്രസ്സൊന്നും ചാണകവും ചന്ദനവും ആക്കിയിട്ട് ഇങ്ങോട്ട് വരരുത്, ഗ്രൗണ്ടിലൊന്നും കളിച്ചിട്ട്. കേൾക്കുന്നുണ്ടല്ലോ? ആ വേഗം വേഗം. ബാഗിൽ ടൈം ടേബിൾ എടുത്ത് വെച്ചിനാ? സിപ്പിട്ടെ. ഓക്കെ എന്നാ ശരി കേട്ടാ. കുത്തക്കടന്ന് കളിക്കാൻ പാടില്ലേ? എനിക്കറിയാം എന്തെങ്കിലും ആക്കണം. രാവിലത്തെ പണി കഴിയുമ്പോൾ വിചാരിക്കും ചെക്കനെല്ലാം ഇങ്ങനെ കരയുന്ന പറയണ്ടപ്പോ ഈ വീട്ടില് ഒരു സമാധാനവും ഇല്ല. നമ്മളെ ഉള്ളവരെ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുന്ന വെച്ചാൽ ഇങ്ങനെ വീടിന് മുമ്പിൽ വേണ്ടി കരണം കൊടുക്കും. സ്കൂളിൽ പോകേണ്ട സമയത്ത് പിള്ളേർ സ്കൂളിൽ പോകണം. എനിക്ക് പ്രാന്തായി വീട്ടിൽ നിന്നിട്ട്. രാവിലത്തെ പണി ചെയ്യുമ്പോൾ ഉച്ചക്കത്തെ വേണ്ട പണി ചെയ്യുമ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഇതെല്ലാം പഠിച്ചാൽ ഇപ്പം ഇതന്നെ എൻ്റെ പണി. ഹോം നേഴ്സ് ആയിട്ടാൽ പോയില്ലെങ്കിൽ മാസം പൈസ ഒന്നും കിട്ടും. ഇതിപ്പോൾ അതുമില്ല. അച്ഛൻ എന്തെങ്കിലും അറിയണം, 2-3 മാസം കൂടുമ്പോൾ ഒന്ന് വന്നു പോയാൽ മതി. ഒരു സ്ഥലത്ത് നല്ല സുഖമില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. എടുത്താലും പണി തീരൂല. 2 ആളെങ്കിലും എന്ന് പറഞ്ഞിട്ട് എന്നാ വേണ്ടേ? പണിക്ക് എന്തെങ്കിലും കുറവുണ്ടാ? ഭയങ്കര പള്ളവേദനയും നടുവേദനയാണ്. പറയുമ്പോൾ എല്ലാവരും പറയും രണ്ടാമത്തെ അല്ലേ. രണ്ടാമത്തെ ആയാലും എന്താന്ന് വേദന ഞാൻ തന്നെയല്ലേ സഹിക്കണ്ട്. എടുത്താലും പണിക്കൊരു തീരലും ഇല്ല. ഇപ്പൊ 100 കൂട്ടം ഹോംവർക്ക് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇല്ലാണ്ടൊന്നും ചെയ്യൂല. ഇത്രയാ തുണി മാറ്റി ഇട്ടുക. എന്തായാലും ഒരു വാഷിംഗ് മെഷീൻ അല്ലേ അലക്കുന്നു. എന്തെല്ലാം ആയാലും എൻ്റെ പണിക്ക് ഒരു കുറവും ഇല്ല. ഹലോ, നീ ഇന്ന് രാവിലെ ഒന്നും വിളിച്ചിട്ടല്ല. ആള് സ്കൂൾ വിട്ട് വന്നു. ഇനിയിപ്പം 25 തൊട്ട് പരീക്ഷയാണ്. നിങ്ങൾ ഇനിയിപ്പോ വരുവാ? അടുത്ത മാസം ആദ്യത്തെ സ്കാനിങ് അല്ലേ. ഞാനിങ്ങനെ ഡോക്ടർ ഒറ്റക്ക് പോകേണ്ട ആരുമില്ല. എനിക്കാവുന്നേ ഇല്ല ഒറ്റക്ക്. ഒരുപാട് പണിയുണ്ട് ഇപ്പം.
എപ്പോ എടുക്കുന്ന തന്നെ. പക്ഷെ ഈ ഒരു സമയത്ത് എന്നാന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം, നടുവെല്ലാം വേദന എടുക്കുന്നത്, ദേഷ്യം വരുന്നു കുറെ പണി ചെയ്യുമ്പോ. ഒറ്റക്ക് ആവുന്നില്ല എനിക്ക്. എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയാലോ? മോള് സ്കൂൾ തന്നെ, പക്ഷെ എന്നാ പിന്നെ ഞാനെന്നാ വേണ്ട? എനിക്ക് എന്തോ ഒറ്റക്കായിട്ട് എന്തോ പോലെ ഭയങ്കര. മാളും കൂടി സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാകുമ്പോ പണി അധികം, പക്ഷെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പണിയെടുക്കുമ്പോ ഒന്നും ഒരു സുഖമില്ല, എന്തോ പോലെ. ആ മറ്റേ സരോജിനി ചേച്ചിയുടെ വീട്ടിൽ വരുന്ന ഒരു പണിയെടുക്കുന്നവരില്ലേ, അവരെ കുറച്ച് നാളത്തേക്ക് വെച്ചാലോ? എന്നാൽ മിണ്ടാനും പറയാനും ഒരാളായി. അത്യാവശ്യം കുറച്ച് എനിക്ക് പറ്റാത്ത പണിയെല്ലാം ചെയ്ത് തന്നാല് പിന്നെ ഞാൻ ഒറ്റക്കാന്നും തോന്നൂലല്ലോ. അവരെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ശരി, ഞാനത് ചോദിച്ചിട്ട് പറയാട്ടാ. ഇല്ല, ഇതാ ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഇല്ലു. കുറച്ച് ഹോംവർക്ക് ഉണ്ടോ ചെയ്യാൻ, എന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കും. ശരി എന്നാല്. ഓക്കെ. എന്നെ പിന്നെ ആരും വിളിക്കണ്ട, അച്ഛനല്ലാണ്ട് എല്ലാം വിളിച്ചു വെക്കുമ്പോ വരുന്നുണ്ട്. ഇത്ര സമയം നീ കേട്ടിട്ടില്ലേ വിളിക്കുന്നത്? എന്നാ പിന്നെ അച്ഛനോടൊന്ന് സംസാരിച്ചൂടെ എനിക്ക്? വന്നിട്ട് ചോദിക്കണ്ടേ മോളെ ഇതെല്ലാം? അച്ഛൻ ഇനി അമ്മ അടുത്ത പ്രാവശ്യം ആശുപത്രിയിൽ പോകൂലേ, അന്നേരം വരുവാന്നാ പറഞ്ഞേ. അതുവരേക്കും നിന്നോട് കുത്തക്കടന്ന് കളിക്കാണ്ട് മര്യാദക്ക് പഠിച്ചിട്ടിരിക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് അമ്മേനെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ വന്നാലെങ്കിലും കൊണ്ട് പോവോ? അച്ഛൻ വരട്ടെ ആദ്യം, എന്നിട്ടല്ലേ. പോ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. ടൈം ടേബിൾ എടുത്ത് വെച്ചേ, അതിലെല്ലാം എഴുതി. ടൈം ടേബിൾ എടുത്ത് വെച്ചിനാ? ഫസ്റ്റ് പീരീഡ് എന്നാ? ഇന്ന് മുട്ടയല്ലേ ഇടാം. സാറിനൊക്കെ പിന്നുണ്ടല്ലോ, നാളെ ഇവിടെ ഒരു സ്പെഷ്യൽ ആള് വരുന്നുണ്ടേ, ഒരു അതിഥി വരുന്നുണ്ട്. നമ്മളപ്പുറം കുറച്ചു കാലം ഉണ്ടാവില്ല. ഒരു ആന്റി അമ്മേനെ സഹായിക്കാനും പിന്നെ ഇവിടുത്തെ കുറച്ച് നമുക്കൊരു കൂട്ടിനും ആവും, അമ്മേനെ സഹായിക്കാനും വേണ്ടി ഒരാൾ വരുന്നുണ്ട്. നാളെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാവും കേട്ടാ. അപ്പൊ നമുക്ക് നാളത്തെ അതിഥിക്കായിട്ട് കാത്തിരിക്കാം.